അവന് മനസ്സിൽ പോലും അയ്യോ ഇവിടെ ആരെ എങ്ങനെയൊക്കെ ചിന്തിക്കണം എന്നൊക്കെ എനിക്കറിയാം. ക്ലീറ്റോയെ നീ ആരുടെ മനസ്സ് കാണാനൊന്നും പഠിപ്പിക്കല്ലേ. ആ എന്തിനാ ക്ലീറ്റോ ചേട്ടാ ഒരു ഉടുപ്പിന് വേണ്ടിയിട്ട് ഇത്ര കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്? ഒരു ഉടുപ്പ് വേണമെങ്കിൽ മേടിച്ച് തന്നേക്കാം, അപ്പൊ പ്രശ്നം തീർന്നില്ലേ? ഓ അവിടെ പൊളിഞ്ഞിരുന്ന് എല്ലാം കൊണ്ട് കേൾക്കുമായിരുന്നല്ലേ? ഞാൻ ഒളിഞ്ഞു നിന്നൊന്നും കേട്ടതല്ല, അറിയാതെ കേട്ടു പോയതാ. എന്റെ മോളെ ഇന്ന് എടുത്ത് എഴുന്നേറ്റത് അതിന്റെയാ. നീ എന്താ പറഞ്ഞേ? വേണമെങ്കിൽ ഒരു ഉടുപ്പ് മേടിച്ചു തരാന്ന്. നിന്റെ ചിലയിലാണോ ഞങ്ങൾ ഇവിടെ കഴിയണേ? ഈ ഉടുപ്പിന്റെ പേരിൽ ഇത്ര കരയണോണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ നിന്റെ ഒന്ന് ഔദാര്യ ഈ ക്ലീറ്റോയ്ക്ക് വേണ്ട. എന്റെ കുട്ടിക്ക് ഒരു ഉടുപ്പല്ല 1000 ഉടുപ്പ് ഞാൻ മേടിച്ചു കൊടുക്കും. പതുക്കെ തള്ളു ക്ലീറ്റോ, പഴയ വീടാ, മറിഞ്ഞു വീഴും. സ്വന്തം ഭാര്യ. അയ്യോ നീ ഇങ്ങനെ പറയുമ്പോ ഈ വലിഞ്ഞു കയറി വന്ന എവളൊക്കെ ഇതും പറയാൻ അപ്പുറം പറയും. ഞാൻ വലിഞ്ഞു കയറി വന്നോളൂ തന്നെയാ, സമ്മതിച്ച്. ഞാൻ വന്ന കാലം തൊട്ട് ഏട്ടൻ എന്തൊക്കെയാ നാത്തൂന് ചെയ്തു കൊടുക്കുന്നത് ഇതുവരെ എന്തെങ്കിലും കണക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടാ? ഇനിയോട്ട് ഞാൻ പറയത്തൂല്ല. അതുമായി അവള് കണക്ക് പറഞ്ഞു കണ്ടാ? ഞാൻ എന്ത് കണക്ക് പറഞ്ഞു? എന്റെ മോൾ എന്നെ അകത്തോട്ട് കയറി പോയി. ഇതിന് പ്രാന്താ. കൊള്ളാം, സ്വന്തം ഭാര്യ പോലും സപ്പോർട്ടില്ല. ഞാനൊരു പെൺകോന്തനാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞു, ഞാൻ കേട്ടില്ല. ഞാൻ പോങ്ങനാണ്, പോടനാണ്, പൊട്ടനാണെന്ന് എൻ്റെ അമ്മാവ ഉൾപ്പെടെ ഇവിടെയുള്ള പലരും പറഞ്ഞു, അതും ഞാൻ കേട്ടില്ല. ഞാൻ തല്ലു മേടിച്ച് പലരുടെയും കയ്യിൽ നിന്ന്, അപ്പോഴും ഞാൻ സഹിച്ചു. പക്ഷേ ഇനി ക്ലീറ്റോ ഇതും കേട്ടോണ്ട് നിൽക്കില്ല. ഇങ്ങനെ വലിഞ്ഞു കയറി വന്ന് എവളുമാരുടെ വായിരിക്കണ കേൾക്കേണ്ട കാര്യം ക്ലീറ്റോയ്ക്കില്ല. ഒരു 200 രൂപയുടെ ഉടുപ്പിന് വേണ്ടി ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്. നിനക്കത് പ്രശ്നമില്ലായിരിക്കും, പക്ഷേ എനിക്ക് ദണ്ണമുണ്ടടി. നിന്റേത് ചെലവിലല്ല ഞാൻ കഴിയണത് കേട്ടാ. ഞാൻ പലതും ചെയ്യും, എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ക്ലീറ്റോ കാണിച്ചു തരും. നിന്റെ കെട്ടിയവൻ എന്നോട് പറഞ്ഞെങ്കിൽ ഞാൻ ക്ഷമിക്കും, അവൻ എന്റെ കൂട്ടുകാരനാ. പക്ഷെ വലിഞ്ഞു കയറി വന്നാൽ നീ ഒന്നും പറയുന്നത് കേട്ട് കിടക്കേണ്ട കാര്യം ക്ലീറ്റോയ്ക്കില്ല. മതിയടി, മതി, ഓടി. ഭർത്താവിനോട് സ്നേഹമില്ലാത്ത കഴുത. നീ ഒന്നും പറയണ്ട, മതി പറഞ്ഞിടത്തോളം. തീരുമാനിച്ചു. ഒന്നുമില്ല, നീ കേറി എന്തെങ്കിലും ചെയ്തോളൂ. ഞാനൊന്നും പറഞ്ഞില്ല. ഇല്ല, പൊക്കോ ക്ലീറ്റോ. എന്നെ ആരും വിളിക്കണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അന്ന് അവിടെ ഒന്ന് ചെയ്യുന്ന ഞാൻ തീരുമാനിച്ചു. എന്തൊരു നെറികേടാണ് എൻ്റെ കൊച്ചിനടുത്ത് അവർ കാണിക്കണമെന്ന് അറിയാമോ? സൈക്കിളളിയാ ഞാൻ അങ്ങനെയാണ് അതിനെ വളർത്തിയേക്കണം. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വേർതിരിവ് കാണിക്കുന്നത് ശരിയാണ്? എന്തുകൂടെ നിന്റെ ആ കൊച്ചിന്റെ പ്രശ്നം ഇതുവരെ തീർന്നില്ലേ? എടേ, എനിക്ക് ആ കൊച്ചിനോട് ഒരു വിരോധവും ഇല്ല. ഞാനെന്തിനാ ആ കൊച്ചിനോട് വിരോധം കാണിക്കുന്നത്? പക്ഷേ എൻ്റെ മോളോട് അവർ കാണിക്കുന്ന വേർതിരിവ്. ഒരു പന്തിയിൽ എന്തിനാണ് 2 സദ്യ വിളമ്പണത്? അതേത് സദ്യ? നിന്റെ അപ്പൂപ്പൻ്റെ 16 അടി എന്തിനു? ചുമ്മാരടാ. എൻ്റെ അളിയാ, അതൊക്കെ നിനക്ക് തോന്നലാണ്. എന്ത് തോന്നല്? ഒരു തോന്നലും ഇല്ല. ഇത്രയും നാൾ അവർ തേനെ പാലയെന്നും പറഞ്ഞ് എൻ്റെ കൊച്ചിനെ സ്നേഹിച്ചില്ലേ? അവർക്ക് ഇപ്പോഴും ആ സ്നേഹമുണ്ട് നിന്റെ കൊച്ചിന്റെ അടുത്ത്. കുന്തമുണ്ട്, നീ അത് മനസ്സിലാക്ക്. ഉണ്ടെങ്കിൽ അവർ മേടിച്ചു കൊടുത്തന്നെ ഉടുപ്പ്. ഇതേ അതൊരു പുതിയ കുട്ടിയല്ലേ, അതുകൊണ്ട് അവർ കൊച്ചിനെ ദത്തെടുത്തല്ലേ. അപ്പൊ അവർക്ക് അതിന് മാക്സിമം അവർ സ്നേഹിക്കാൻ ശ്രമിക്കും. അതിനൊരു ഉടുപ്പ് മേടിച്ചു കൊടുത്തു. പറഞ്ഞു പറഞ്ഞത് പുതിയത് വന്നാൽ പഴയതിനെ അങ്ങ് മറക്കുക എന്നല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ ഉമ്മ നിന്റെ അനിയനെ പ്രസവിച്ചല്ലോ, അത് കഴിഞ്ഞപ്പോൾ നിന്നെ അങ്ങ് മറന്നോ? നീ ഇങ്ങനെയൊക്കെ പറയാൻ പോയാൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ ചോദിക്കുന്നത് ഇതാണ്, എൻ്റെ കൊച്ചിന് നിസാര ഒരു 500 രൂപയുടെ ഒരു കുറഞ്ഞ ഉടുപ്പ് മേടിച്ചു കൊടുത്താൽ മതിയായിരുന്നു. എനിക്ക് വിഷമമില്ലായിരുന്നു. ആളിയാ, ഒരു ഉടുപ്പ് നീ അങ്ങ് വാങ്ങിച്ചു കൊടുക്കണം, പ്രശ്നം തീർന്നല്ലേ? എൻ്റെ കൊച്ചിന് ഉടുപ്പ് മേടിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റാഞ്ഞിട്ടല്ല. പക്ഷേ അവരാ കൊച്ചിന് മേടിച്ചു കൊടുക്കുമ്പോൾ അതിനെ മാറ്റി നിർത്തിയിട്ട് ഈ കൊച്ചിന് വാങ്ങിച്ചു കൊടുക്കാതെ അതിന് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ കൊച്ചിൻ്റെ മനസ്സ്. അല്ല, ഒരു ഉടുപ്പാണ് പ്രശ്നമെങ്കിലേ നമുക്കൊരു ബക്കറ്റ് നടത്തിയാൽ പോരെ? പുറത്തിറങ്ങണം, പോയി വെളിയിൽ പോടാ. അവൻ സാറേ, ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്തുവാ? നീ എന്നോട് നിൽക്കുമോ? എടാ, ഞാൻ നിന്റെ കൂടെ നിന്ന ചരിത്രമല്ലേ ഉള്ളൂ. എന്ത് പ്രശ്നത്തിന് ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ, ഞാൻ ഉണ്ടാവും. അത് മതിയടാ. ഞാനേ തീരുമാനിച്ച് ഉറപ്പിച്ച് ഇനി ഇങ്ങനെ പോയാൽ ശരിയാവൂല. രാവിലെ അമ്പിളിക്കുട്ടനെ കാണണമെന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇവിടുന്ന് പോയതാ. ഉച്ചയ്ക്ക് വന്ന് ആ ഉടുപ്പും കൊടുത്തിട്ട് ഒറ്റ പോക്ക് പോയി. ഇപ്പൊ വിളിച്ചിട്ടും കിട്ടണില്ല, വരണമില്ല. എവിടെയാണാവോ? പാർട്ടിയും കാണും. ഇന്നലെ എന്താ പാർട്ടി പരിപാടി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ആ പാർട്ടി അല്ല. ആണോ? ഇനി അതും പറഞ്ഞ അവനെ കൊല്ലും. ഞാൻ വെറുതെ പറഞ്ഞതാ. ക്ലീറ്റോ ചേട്ടൻ വഴക്കിട്ട് പോയിട്ട് വന്നാ? അതെവിടെ പോവാൻ? അതിപ്പോ പോയ പോലെ തന്നെ തിരിച്ചു വരും. ഈ കൊച്ചിനെ എടുക്കണ കാര്യം പറഞ്ഞപ്പോ തൊട്ടേ ക്ലീറ്റോ ചേട്ടൻ ഇത്ര ദുഷ്ടത്തരം കൂടി. ഒന്നുമില്ലടി, പാവം. ക്ലീറ്റോന് അങ്ങനെ ദുഷ്ടനാവാനൊന്നും പറ്റുമൊന്നുമില്ല.
ഇതിപ്പോൾ വായിൽ വരണ എന്താന്ന് വെച്ചാൽ അതങ്ങോട്ട് പറയും ദേഷ്യം വരുമ്പോൾ. അതല്ലാതെ ഒന്നും മനസ്സിൽ വെച്ചിട്ട് പറയണതല്ല. അങ്ങനെ ദുഷ്ടനായിരുന്നെങ്കിൽ അമ്മാവനും കനകനും കൂടി എത്രണ്ണം കൊടുത്തു ഇതിൻ്റെ ഇടയ്ക്ക്? എന്തെങ്കിലും ഒരു അക്ഷരം പറഞ്ഞോ? ഒരു ചെറു വിരലാണിക്കോ ക്ലീറ്റോ? ആ വേറൊന്നും വേണ്ട. ഇവിടുത്തെ കനകനായിരുന്നെങ്കിലോ എന്ത് ചെയ്തേനെ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് നല്ലത് പറയാതെ അവൻ പോരൂല. അത് ശരിയാ. എന്തെങ്കിലും ഒരു വഴക്കിട്ട് കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിയുമ്പോ ഓടി വരും അമ്മാവ അളിയാന്നൊക്കെ പറഞ്ഞിട്ട്. പാവമാണ്. സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടല്ലേ ഞാൻ ഈ കുരുത്തക്കേട് കാണിച്ചാലും ഒന്നും മിണ്ടാതെ നിൽക്കണേ. പിന്നെ ഇപ്പൊ കയ്യിൽ ബാങ്ക് കളിക്കാൻ കൈ കുറവ് നമ്മൾ പുതിയൊരു കളി ഉണ്ടാക്കി. വണ്ടി കച്ചവടം നടത്തി തോന്നുന്നു കേട്ടോ. കൊച്ചാർമതി പുതിയ വണ്ടിയാ ക്ലീറ്റോ? ഞാൻ പറയുന്ന സാധനങ്ങളൊക്കെ അതിൽ കയറ്റിക്കണം. വാടക വീട് എടുത്തിട്ടുണ്ട്. എടുക്കാനുള്ള സാധനങ്ങൾ എടുത്തോളണം, വണ്ടി കയറിക്കോളണം. മനസ്സിലായില്ലേ? മലയാളം അല്ലേ ഞാൻ പറഞ്ഞത്, നിനക്ക് മനസ്സിലാവാതിരിക്കാൻ. മതി ഇവിടുത്തെ പൊറുതി. എന്താ കാര്യമുണ്ട്. ആരുടെ ആട്ടും തുമ്പും കേട്ട് ഇവിടെ കിടക്കേണ്ട ഒരു കാര്യമല്ലേ ക്ലീറ്റോയ്ക്ക്? അത് വിട്ടില്ല ഇതുവരെ. വിട്ടില്ല, ഇനി വിടാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. മതി, എല്ലാം മതി. എനിക്ക് തൃപ്തിയായി. നിങ്ങൾ എങ്ങോട്ട് പോണു? എവിടെയായാലും നീ എന്റെ കൂടെയാണ് വരേണ്ടത്. ഞാനാണ് വിളിക്കണം. ഞാൻ നിന്റെ ഭർത്താവാണ്. എന്റെ കൂടെ വരാൻ നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വരാം. എവിടെയെങ്കിലും ആയിക്കോട്ടെ. സാറേ വാ. ആരൊന്നും പറയണ്ട, പറഞ്ഞിടത്തോളം ഒക്കെ മതി. ഇത് എന്തെടുക്കാൻ വേണ്ടി പോവാ നിങ്ങള്? എനിക്ക് അവകാശപ്പെട്ട കുറെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. എന്ത് സാധനം നിങ്ങൾക്ക് അവകാശപ്പെട്ടത്?